ദൂരവും വേഗതയൊക്കെ പറയുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്തൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: എ ബി എന്നീ രണ്ട് സ്ഥലങ്ങൾ, എ ബി എന്നീ രണ്ട് പട്ടണങ്ങൾ, ഈ രണ്ട് പട്ടണങ്ങൾ തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ ആണ്. ക്ലിയർ. എയിൽ നിന്നും ബിയിലോട്ടൊരു കാറ് പോവും. ആ കാറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 55 കിലോമീറ്റർ പെർ അവർ ആണ്. അതേ സമയത്ത് തന്നെ ബിയിൽ നിന്നും എയിലോട്ട് മറ്റൊരു കാർ വരും. ആ കാറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 45 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത്രയും പോയിന്റ്സ് തന്നു. എന്നാൽ അവ എപ്പോൾ കണ്ടുമുട്ടുമെന്നാണ് ചോദ്യം. ഇതിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത്, ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനും ആകാം, ഓപ്പോസിറ്റ് ഡയറക്ഷനും ആകാം. ഇതിപ്പോൾ ഒരു കാർ എയിൽ നിന്നും ബിയിലോട്ട് പോകും, മറ്റൊരു കാർ ബിയിൽ നിന്നും എയിലോട്ട് വരും എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും വരും. അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പം അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് സ്പീഡിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയണം. സ്പീഡിന് പകരം ഉപയോഗിക്കേണ്ട ടേം റിലേറ്റീവ് സ്പീഡ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടി എല്ലായ്പ്പോഴും പ്ലസ് ചെയ്യണം. ഇതിങ്ങനെ പഠിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടി എല്ലായ്പ്പോഴും പ്ലസ് ചെയ്യണം. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസും ആയിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. എന്നിട്ട് കണക്കിലേക്ക് വരാം. അവ എപ്പോൾ കണ്ടുമുട്ടുമെന്ന് ചോദിച്ചാൽ ടൈമാണ് ചോദ്യം. സോ ടൈം ഗാണൻ ഇക്വേഷൻ. ടൈം ഗാണൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയണം. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെങ്കിൽ ഡയറക്ഷൻസ് പറയുന്ന കേസിനകത്ത് സ്പീഡിന് പകരം ഉപയോഗിക്കുന്ന ടൈമാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. എന്നാൽ വാല്യൂസ് കൊടുക്കുമ്പം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ എന്ന് പറഞ്ഞു, ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ പ്ലസ് ചെയ്യണം. ഓപ്പോ പ്ലസ് എന്ന് ഓർത്താൽ മതി. ഓപ്പോ പ്ലസ്. സോ പ്ലസ് ആകുമ്പോൾ സ്പീഡ് അതൊക്കെയാ 55 45 55 45 കൂടെ കൂട്ടുക. സോ ആൻസർ ഇസ് ഈക്വൽ ടു 120 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 55ൻ്റെ കൂടെ 45 കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടും. അതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ ഈ 2 0 വെട്ടിക്കളഞ്ഞ് 10നകത്ത് 2 5 തവണ, 12നകത്ത് 2 6 തവണ. സോ ആൻസർ ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 5 ടൈം. കിലോമീറ്റർ പെർ അവർ ആകുമ്പോൾ ടൈമിന്റെ യൂണിറ്റ് അവർ എന്ന് കൊടുക്കണം. സോ ഉത്തരം 6/5 മണിക്കൂറാണ്. ഓപ്ഷൻസിനകത്തെല്ലാം മിനിറ്റ് ആയതുകൊണ്ട് അവറിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി അതിനെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. 6/5 മണിക്കൂറിനെ 60 കൊണ്ട് ഗുണിക്കുമ്പോൾ 5നകത്ത് 5 ഒരു തവണ, 60നകത്ത് 5 ആണെങ്കിൽ 12 തവണ എന്ന് കിട്ടും. 12 × 6 12 × 6 ഈസ് ഈക്വൽ ടു 72 മിനിറ്റ് ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ നോക്കുക, 72 മിനിറ്റ് ഉണ്ട്. അതാണ് ഈ കണക്കിൻ്റെ ഉത്തരം.